ആലപ്പുഴയിൽ 18-കാരിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 59-കാരനായ അയൽവാസി അറസ്റ്റിൽ. ബീച്ച് വാർഡ് സ്വദേശി ജോസാണ് പിടിയിലായത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ ഇടയ്ക്കിടെ യുവതിയെയും കുടുംബത്തെയും ശല്യപ്പെടുത്താറുണ്ടെന്ന് സൗത്ത് പോലീസ് പറഞ്ഞു. യുവതി പ്രതിയെ തള്ളി മാറ്റിയതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, എപ്പോഴായിരുന്നു സംഭവം? ഈ പെൺകുട്ടികൾക്ക് നേരെ, ഈ പെൺകുട്ടി 18 വയസ്സുകാരിക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം നടത്താൻ, കൊലപ്പെടുത്താനുള്ള ശ്രമം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത്? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ സംഭവമായി മാറിയേനെ. കാരണം ആലപ്പുഴ ബീച്ച് വാർഡ് സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇത്തരമൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കേസിൽ പിടിയിലായിട്ടുള്ള തൈപ്പറമ്പിൽ ജോസ് എന്ന 59-കാരൻ, ഇയാൾ നേരത്തെ തന്നെ ഈ കുടുംബത്തിന് നിരന്തരം ശല്യം ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് സൗത്ത് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ജോസ് എന്ന വ്യക്തിയുടെ പുരയിടം വാങ്ങിയിരിക്കുന്നത് ജോസിന്റെ അച്ഛന്റെ നിന്നാണ്. ആ പുരയിടം ഈ പെൺകുട്ടിയുടെ കുടുംബം വാങ്ങിയിരുന്നു. ആ സ്ഥലം വാങ്ങിയതിനു ശേഷം ഇയാൾ നിരന്തരം ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ കുടുംബം പറയുന്നത്. പിന്നീട് ഇവരുടെ അച്ഛന്റെ പുരയിടത്തോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്ത്, പുരയിടത്തിൽ തന്നെ ഇയാളെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് അടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇയാൾ കിടക്കുന്നതൊക്കെ. നിരന്തരം അവിടെ നിന്ന് മദ്യപിച്ചിട്ട് ഇവർക്ക് ശല്യമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ച് വന്നുകൊണ്ട് യുവതിയുടെ വീട്ടുകാരുമായി തർക്കത്തിലാവുകയും ഇവരുടെ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഭാഗ്യത്തിനാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ 18-കാരി ഇന്നലെ വീട്ടിൽ തനിച്ചാണ് ഉണ്ടായിരുന്നത്. അമ്മ പുറത്തേക്ക് പോയിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് ആദ്യം എത്തി ഈ യുവതിയെ അസഭ്യം പറഞ്ഞു, ചീത്ത വിളിച്ചുകൊണ്ടാണ്, കേട്ടാൽ അറക്കുന്ന അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് ഇയാൾ പ്രവേശിച്ചെന്ന് ആ യുവതി പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇയാൾ തിരിച്ചു പോയി മടങ്ങി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നപ്പോൾ കയ്യിൽ ഒരു കുപ്പി പെട്രോളുമായിട്ടാണ് വന്നത്. ആ പരിസരത്തൊക്കെ അയാൾ അത് വിതറുകയും ആദ്യം ആ യുവതി നമ്മളോട് പറഞ്ഞത് കയ്യിൽ കുപ്പി ഇരുന്നത് താൻ കണ്ടില്ല എന്നുള്ളതാണ്. യുവതി പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അവരുടെ ദേഹത്തേക്കും ഈ പെട്രോൾ ഒഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ ലൈറ്റർ എടുത്ത് കത്തിക്കാൻ ശ്രമിച്ച സമയത്ത്, നല്ല മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ യുവതി ഇയാളെ താഴെയിട്ട് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് താഴെ വീണ ശേഷം ഇയാളെ ഈ കയ്യിൽ കൊണ്ടു കരുതിയിരുന്ന കുപ്പിയിൽ പെട്രോളുമായി ഇയാൾ മടങ്ങിപ്പോയിരുന്നു. ഈ 18-കാരി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് മദ്യലഹരിയിൽ. ചേന്ദമംഗലത്ത് സമാനമായ ഒരു സംഭവം, ഒരു യദു എന്നൊരു ചെറുപ്പക്കാരൻ അയൽവാസികളെ കൂട്ടക്കുരുതി നടത്തിയ സംഭവം ഉണ്ടായത് സമീപകാലത്താണ്. ഈ ആലപ്പുഴയിലെ ഈ അക്രമിയുടെ ലക്ഷ്യം ഇതുതന്നെയായിരുന്നോ? ഈ കുടുംബത്തെ കൂട്ടത്തോടെ ചുട്ടരിക്കുക, അങ്ങനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. ടോമെ, ലഹരി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാള് നിരന്തര മദ്യപാനിയാണ്. ഒരു സ്വബോധമൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഈ സ്ഥലം ഇയാളുടെ അച്ഛൻ വിറ്റെങ്കിലും ഇയാളുടേതാണെന്നൊക്കെ പറഞ്ഞാണ് വന്ന അസഭ്യം പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്, മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ എത്ര ലഹരിയാണ് എന്താണെന്ന് പറഞ്ഞാലും ഈ സംഭവം ഇന്നലെ ആ ഒരു ലൈറ്റർ എടുത്തിട്ട് കത്തിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ എന്നുള്ളതാണ്. ആ രീതിയിൽ അയാളെ കൊണ്ടുവന്ന ഈ ബോധാവസ്ഥയിലാണെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിലും അതൊരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്കുള്ള അപകടാവസ്ഥ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ കൊണ്ടുവന്ന് ഈ വിതറിയിട്ട് ഈ പെട്രോള് കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് അവിടെയൊക്കെ കുടഞ്ഞിട്ടതിന് ശേഷം ഇയാൾ തീ കൊടുക്കാൻ ശ്രമിച്ചു. അത് കത്തിയിരുന്നെങ്കിൽ അവിടെ വലിയ അപകടം തന്നെ നടന്നേനെ. ഒരുപക്ഷെ ഇയാളുടെയും ജീവൻ പോയനെ, ആ പെൺകുട്ടിയുടെ ജീവൻ എന്തായാലും അപകട അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. ഇനിയും ഇയാൾക്കെതിരെ നേരത്തെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ട് എന്ന് പറയുന്നു. ആ കേസ് ഉണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു.
അങ്ങനെയാണെങ്കിൽ ഇയാളെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലത്തെ കേസിനകത്തും അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും ജാമ്യം നേടി പുറത്തേക്ക് വന്നാൽ ഇയാളുടെ ഒരു അവസ്ഥ, ഇയാൾ ഈ കുടുംബത്തിന്, കാരണം അയാൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ഒരു ബോധവും ഇല്ല എന്നുള്ളത് ഈ കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകാം. ഈ കുടുംബത്തോടുള്ള പകയുണ്ട്, ഒപ്പം തന്നെ അതിന് സ്വബോധാവസ്ഥയിൽ നിന്ന് അയാളെ മാറ്റുന്ന രീതിയിലുള്ള മദ്യം, ഈ ഏതു നേരവും മദ്യപിച്ച് നടക്കുന്ന ബോധാവസ്ഥയല്ലാത്ത ഒരാളാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ അപകടാവസ്ഥ തന്നെയാണ്. എപ്പോഴും പതിയിരിക്കുന്ന ഒരു അപകടം അവരുടെ വീടിന്റെ പരിസരത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇതിനകത്ത് ഇനി എന്ത് ആക്ഷൻ, നിയമപരമായ പരിമിതികളൊക്കെ വെച്ചാണ് ഇവരൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും പുറത്തേക്ക് വരുന്നത്. പക്ഷെ പോലീസിന് എങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കാനാകും, എന്ത് ആക്ഷൻ എടുക്കാനാകും എന്നുള്ളതാണ് നമ്മളെ കൂടി ചിന്തിപ്പിക്കുന്നത്. കാരണം ആദ്യത്തെ പ്രശ്നത്തിൽ ഇയാൾ പുറത്തേക്ക് വന്നു, പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞത് ഒരിക്കലും താൻ ഇങ്ങനെ ഇയാൾ ചെയ്യുമെന്ന് കരുതിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും മദ്യപിച്ച് വരാറുണ്ട്, ഇയാൾ ബഹളം വെക്കാറുണ്ട്, ഇയാളെ തിരിച്ച് മറുപടി പറയുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ ഇയാൾ ബഹളം വെച്ചിട്ടോ ഒക്കെ ഇയാൾ തിരിച്ച് മടങ്ങി പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും ആ ഒരു രീതിയിലാണെന്ന് കരുതിയാണ് ആ യുവതി പുറത്തേക്ക് ഇറങ്ങിയത്. 18 വയസ്സേ ആയിട്ടുള്ള ആ കുട്ടിക്ക്. അപ്പോൾ പുറത്തേക്ക് അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ വന്ന് കാണുമ്പോൾ ഇയാളുടെ കയ്യിൽ ഇങ്ങനൊരു സംഭവമാണ്. അത് ആദ്യം ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. പെട്രോൾ ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിൽ അവൾ ആക്ഷൻ, അത്തരത്തിലൊരു പ്രതികരണം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ സംഭവം ഒഴിവായി പോയത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇതൊരു വലിയ അപകടാവസ്ഥ ആ വീടിന് ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ. വ്യക്തമാണ്. ശരണെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പാലക്കാട് നെന്മാറയിലെ കൂട്ടക്കൊലപാതകവും എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകവും നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ രണ്ട് സംഭവം ഉണ്ടായത് അയൽവാസിയാണ് ഇവിടെ അക്രമിയായത്, കൊലയാളിയായത്. ഇതിൽ പലപ്പോഴും ആ സംഭവങ്ങൾക്ക് മുൻപ് ഈ അയൽവാസികളുടെ ഭാഗത്തു നിന്ന് ഈ രണ്ടിടത്തും സമാനമായ രീതിയിൽ വധഭീഷണി ഉണ്ടായിരുന്നു. പലപ്പോഴും അയൽവാസികൾക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. ഇവിടെ ആലപ്പുഴയിൽ ഈ ജോയിക്കെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ഇയാളെ ജയിലിലടച്ചില്ലെങ്കിൽ വീണ്ടും ആ കുടുംബത്തിൻ്റെ ജീവന് തന്നെ അത് ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്.